പഹൽഗാം ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ട എറണാകുളം ഇടപ്പള്ളി സ്വദേശി എൻ രാമചന്ദ്രന്റെ സംസ്കാരം അല്പസമയത്തിനകം നടക്കും. മൃതദേഹം വസതിയിലാണ് ഇപ്പോഴുള്ളത്. പോലീസ് ഔദ്യോഗിക ബഹുമതി നൽകാൻ ഒരുങ്ങുകയാണ്. അതിനുശേഷം മൃതദേഹം ഇടപ്പള്ളി ശ്മശാനത്തിലേക്ക് കൊണ്ടുപോകും. പിന്നീട് അവിടെ സംസ്കാരം നടക്കും. മറ്റ് മതപരമായ ചടങ്ങുകൾ പൂർത്തിയാക്കിയിട്ടുണ്ട്. അവിടെ സുരേഷ് ഗോപി കേന്ദ്രമന്ത്രി ഉണ്ട്. കൂടാതെ ഹൈബി ഈഡൻ MP, മന്ത്രി P. രാജീവ് ഉൾപ്പെടെയുള്ള മറ്റ് ജനപ്രതിനിധികളൊക്കെയുണ്ട്. കളക്ടറുണ്ട്. അങ്ങനെ പോലീസ് സേനാംഗങ്ങൾ എല്ലാവരും അവിടെ തയ്യാറായിട്ടുണ്ട്. ഗാർഡ് ഓഫ് ഓണർ നൽകി പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെയാകും സംസ്കാരം. മുഖ്യമന്ത്രിയുടെ നിർദ്ദേശം അല്പസമയം മുൻപ് വരികയും ചെയ്തു. എൻ രാമചന്ദ്രൻ എന്ന ഏറെ ആളുകൾക്കൊക്കെ പ്രിയങ്കരനായ എൻ രാമചന്ദ്രൻ, അദ്ദേഹത്തിൻ്റെ വിയോഗം നാട്ടുകാർക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നതിനും അപ്പുറത്തേക്കാണ്. ഏറെ സന്തോഷത്തോടെ കുടുംബാംഗങ്ങൾക്കൊപ്പം കശ്മീരിലേക്ക് വിനോദസഞ്ചാരത്തിന് പോയ മകൾക്കും പേരമക്കൾക്കുമൊപ്പം ഭാര്യയ്ക്കുമൊപ്പം അങ്ങോട്ടേക്ക് പോയ അദ്ദേഹം തിരികെ തൻ്റെ വസതിയിലേക്ക് ഈ തരത്തിലേക്ക് മടങ്ങിയെത്തുന്നു എന്നുള്ളത് അത് നാട്ടുകാർക്ക്, അദ്ദേഹത്തിൻ്റെ അയൽപക്കക്കാർക്കൊന്നും ഉൾക്കൊള്ളാൻ കഴിയുന്നതല്ല എന്നുള്ളതാണ്. നാട് വിട ചൊല്ലുകയാണ് എൻ രാമചന്ദ്രന്. അന്തിമോപചാരം അർപ്പിക്കാൻ ഒട്ടേറെ ആളുകൾ ചങ്ങമ്പുഴ പാർക്കിലേക്കും വസതിയിലേക്കും ഇന്ന് രാവിലെ മുതൽ തന്നെ എത്തുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. വിജയകുമാർ തുടരുന്നുണ്ട്. വിജയകുമാർ, ഇപ്പോൾ ഇനി ഔദ്യോഗിക ബഹുമതികൾ നൽകാനുള്ള തയ്യാറെടുപ്പാണെന്ന് തോന്നുന്നു. ഒരല്പം വൈകിയിട്ടുണ്ട്. 12:30 സംസ്കാരം എന്ന് പറഞ്ഞത് ആ നിലയ്ക്ക് നടക്കാനുള്ള സാധ്യതയില്ല. അനുജ, നേരത്തെ കരുതിയതിലും വൈകിയാണ് സംസ്കാര ചടങ്ങുകൾ ഇപ്പോൾ അതിനുള്ള നടപടികൾ തുടരുന്നത്. നേരത്തെ ചങ്ങമ്പുഴ പാർക്കിലെ പൊതുദർശനം തന്നെ നമ്മൾ കരുതിയതിലും ഏറെ വൈകിയിരുന്നു. അവിടെ നിന്ന് കുറെ കൂടി നേരത്തെ മൃതദേഹം വീട്ടിലേക്ക് കൊണ്ടുവരണം എന്നായിരുന്നു തീരുമാനിച്ചിരുന്നത്. പക്ഷേ അവിടേക്ക് സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി എത്തിയ ആളുകൾക്ക് മുഴുവൻ അന്തിമോപചാരം അർപ്പിക്കുന്നതിന് അവസരമൊരുക്കിയതാണ്. അതുകൊണ്ട് അവിടെ കൂടുതൽ സമയം ചിലവഴിക്കേണ്ടി വന്നു. വീടിനകത്ത് കുറച്ച് സമയം മാത്രമേ യഥാർത്ഥത്തിൽ കുടുംബാംഗങ്ങൾക്ക് അദ്ദേഹത്തെ അവസാനമായി കാണുന്നതിന് സമയം കിട്ടിയിരുന്നുള്ളൂ. ഇപ്പോൾ ആ മതപരമായ ചടങ്ങുകളൊക്കെ പൂർത്തിയാക്കി മൃതദേഹം വീടിന് പുറത്തേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്. ഔദ്യോഗിക ബഹുമതികളോടെ മൃതദേഹം സംസ്കരിക്കുമെന്ന ഉത്തരവ്, അതിനിടയിൽ സംസ്ഥാന സർക്കാരിൻ്റെ ഉത്തരവ് ഉണ്ടാവുകയും ചെയ്തു. രാമചന്ദ്രൻ്റെ നാട് വിട ചൊല്ലുകയാണ്. അദ്ദേഹത്തിൻ്റെ വസതിയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണിത്. അദ്ദേഹത്തെ അവസാനമായി കാണുന്നതിന് വേണ്ടി അവിടേക്ക് ഇപ്പോഴും ആളുകൾ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ളവർ എത്തുകയാണ്. അതുകൊണ്ടാണ് ഈ ചടങ്ങുകളടക്കം അവിടെ വൈകുന്നത്. അവിടേക്ക് വീടിന് മുന്നിലേക്ക് ആ പരിസര പ്രദേശങ്ങളിലൊക്കെ യഥാർത്ഥത്തിൽ അത് ഒരു ജനസാഗരം ഒരു മനുഷ്യ മഹാസമുദ്രം അവിടെ ഉണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. ആ പരിസരത്ത് റോഡുകളൊക്കെ നിറഞ്ഞു കവിഞ്ഞ് ആളുകളും വാഹനങ്ങളും ഇങ്ങനെ പല ഭാഗത്തായി കാത്തു നിൽക്കുകയാണ്. അതിൽ കുറേ ആളുകളെയൊക്കെ ആ വീടിൻ്റെ പരിസരത്ത് നിന്നൊക്കെ മാറ്റിയതിനു ശേഷമാണ് അവിടെ അദ്ദേഹത്തിൻ്റെ മൃതദേഹം ഇപ്പോൾ പൊതുദർശനത്തിനായി, അല്ലെങ്കിൽ അവിടേക്ക് ഈ ഔദ്യോഗിക ബഹുമതികൾ നൽകുന്നതിനായി ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുന്നു. അതിനുശേഷം അവിടെ നിന്ന് കുറച്ചപ്പുറത്തുള്ള ഇടപ്പള്ളി ശ്മശാനത്തിലേക്ക് സംസ്കാര ചടങ്ങുകൾക്കായി മൃതദേഹം മാറ്റുകയും ചെയ്യും. ഇപ്പോഴും അവിടെ ജനങ്ങൾ വന്നു നിൽക്കുന്നുണ്ട്. ജനപ്രതിനിധികൾ, കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി, മന്ത്രി P. രാജീവ്, കളക്ടർ, അതുപോലെ ഹൈബി ഈഡൻ MP, അൻവർ സാദത്ത് MLA, അങ്ങനെ വിവിധ മേഖലകളിൽ നിന്നുള്ള ജനപ്രതിനിധികൾ, രാമചന്ദ്രൻ്റെ സുഹൃത്തുക്കൾ, അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകർ, അദ്ദേഹത്തെ പറ്റി കേട്ടും അറിഞ്ഞുമെത്തിയവരൊക്കെ അവിടേക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ ജനങ്ങൾ ഇന്ന് രാവിലെ മുതൽ തന്നെ അവിടേക്ക് ഒഴുകിയെത്തുകയാണ്. 10,000-കണക്കിന് ആളുകൾ ഇതിനോടകം അവിടേക്ക് അദ്ദേഹത്തെ അവസാനമായി കാണുന്നതിന് എത്തുകയും ചെയ്തു. അപ്പോൾ അവരുടെ അണമുറിയാത്ത പ്രവാഹം അവിടേക്ക് തുടരുന്ന ഒരു സാഹചര്യത്തിലാണ് സംസ്കാര ചടങ്ങുകൾ നീണ്ടുപോകുന്നത്. ജനപ്രതിനിധികളൊക്കെ അവിടെ കാത്തു നിൽക്കുകയാണ്. ഇനിയും അവിടേക്ക് പലരും എത്താനുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ടാണ് വീണ്ടും സമയം വൈകുന്നത്. 12:30 സംസ്കാര ചടങ്ങുകൾ പൂർത്തിയാക്കാനായിരുന്നു നേരത്തെ തീരുമാനിച്ചത്. പക്ഷേ അത് കുറച്ചുകൂടി വൈകാനാണ് സാധ്യത. പോലീസ് അവിടെ സംസ്ഥാന ബഹുമതികൾ നൽകാൻ തയ്യാറെടുത്ത് നിൽക്കുന്നുണ്ട്. അല്പസമയത്തിനകം അപ്പോൾ അതിൻ്റെ നടപടിക്രമങ്ങൾ കൂടി പൂർത്തിയാക്കി മൃതദേഹം എടപ്പള്ളി ശ്മശാനത്തിലേക്ക് മാറ്റും. എല്ലായിടത്തും സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നൊക്കെ രാമചന്ദ്രനെ അവസാനമായി കാണുന്നതിന് എത്തുകയാണ്. അദ്ദേഹത്തിൻ്റെ മകളുടെ വാക്കുകൾ ഇന്നലെ നമ്മൾ കേട്ടതാണ്. വളരെ ഹൃദയസ്പർശിയായി പഹൽഗാം താഴ്വരയിൽ ഉണ്ടായ ആ വലിയ ദുരന്തം നേരിൽ കണ്ട ആ ഷോക്ക് ഉണ്ടെങ്കിൽ പോലും അത് മകൾ വിശദീകരിക്കുന്നുണ്ടായിരുന്നു. എന്താണ് അവിടെ സംഭവിച്ചത്, എങ്ങനെയാണ് അവസാനമായി ആ പിതാവ് വെടിയേറ്റ് നിലത്ത് വീണത്, എങ്ങനെയാണ് ആ ദുരന്തത്തെ ആ സമയത്ത് 2 പിഞ്ചു കുട്ടികളും ആ മകളും നേരിട്ടത്, ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന പ്രദേശവാസികൾ നൽകിയ പിന്തുണ എത്ര വലുതായിരുന്നു എന്നൊക്കെ ആ മകൾ പറയുന്നുണ്ടായിരുന്നു. ഒരു പക്ഷേ അദ്ദേഹത്തിൻ്റെ ഭാര്യയും ബന്ധുക്കളെയും ഒക്കെ ആശ്വസിപ്പിക്കാൻ അവിടുത്തെ നാട്ടുകാരും അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളും സഹപ്രവർത്തകരും ഒക്കെ ബുദ്ധിമുട്ടുന്നത് ഇന്ന് രാവിലെ നമ്മൾ കണ്ടതാണ്. അങ്ങേയറ്റം വൈകാരികമായിരുന്നു
ആ കുടുംബാംഗങ്ങളുടെ പ്രതികരണം. വളരെ സന്തോഷത്തോടെ വിഷു ഒക്കെ ആഘോഷിച്ചതിന് ശേഷം ആ കുടുംബം നടത്തിയ ഒരു യാത്ര, ഒരു വിനോദ യാത്ര, അത് ഈ നിലയിൽ അത് പര്യവസാനിച്ചു എന്നത് അങ്ങേയറ്റം ഹൃദയവേദന ഉണ്ടാക്കുന്ന, കരളലിയിപ്പിക്കുന്ന ഒരു കാഴ്ച തന്നെയായിരുന്നു. അദ്ദേഹത്തെ അറിയാവുന്നവർ വളരെ എന്താണ് ഒരു 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 നല്ല സഹപ്രവർത്തകനെ, നല്ല സുഹൃത്തിനെ, അവരുടെയൊക്കെ പ്രിയപ്പെട്ട രാമചന്ദ്രൻ ചേട്ടൻ എന്നെല്ലാവരും വിളിക്കുന്ന അദ്ദേഹത്തെ ഓർക്കുന്നത് നമ്മൾ ഈ ദിവസങ്ങളിലൊക്കെ കേട്ടതാണ്. അദ്ദേഹം കുറേ കാലം പ്രവാസിയായിരുന്നു. പ്രവാസ ജീവിതമൊക്കെ കഴിഞ്ഞ് വീണ്ടും നാട്ടിലെത്തി. നാട്ടിലെ പൊതുപ്രവർത്തനവും ഒപ്പം നാട്ടിലെ സാംസ്കാരിക പ്രവർത്തനത്തിലൊക്കെ അങ്ങേറ്റം സജീവമായി അദ്ദേഹം പങ്കാളിയാവുകയും ചെയ്തിരുന്നു. പഴയ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പ്രവർത്തകരൊക്കെ അദ്ദേഹത്തെ വീണ്ടും കാണുകയും എല്ലാവരോടുമൊപ്പം അദ്ദേഹം വീണ്ടും ഒരു പൊതുപ്രവർത്തനത്തിലേക്കൊക്കെ തിരികെ എത്തുകയും ഒക്കെ ചെയ്തത് നമ്മൾ കണ്ടതാണ്. അതിനുശേഷം ഇതാ അദ്ദേഹത്തിന് അന്ത്യാഞ്ജലി അർപ്പിക്കുകയാണ് നാട്. അവിടെ പോലീസ് ഔദ്യോഗിക ബഹുമതികൾ നൽകാൻ കാത്തു നിൽക്കുകയാണ്. കൊച്ചി മേയറെ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നുണ്ട്. മുൻ കേന്ദ്രമന്ത്രി BJP നേതാവ് വി മുരളീധരനെ കാണുന്നുണ്ട്. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുണ്ട്. മന്ത്രി P രാജീവുണ്ട്. അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളെ വീണ്ടും അവസാനമായി അദ്ദേഹത്തെ കാണുന്നതിനൊക്കെ വേണ്ടി ഒരിക്കൽ കൂടി അവരവിടേക്ക് വരുന്നത് നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നുണ്ട്. അൻവർ സാദത്ത് MLA ഉണ്ട്. ഹൈബി ഈഡനുണ്ട്. മറ്റു പലരുമുണ്ട്. കുടുംബാംഗങ്ങൾ വീണ്ടും അവിടേക്ക് വരുന്നുണ്ട്. അവസാനമായി അദ്ദേഹത്തിൻ്റെ ഭാര്യയും മകളുമൊക്കെ അന്തിമോപചാരം അർപ്പിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ അതും കാണുന്നുണ്ട്. അദ്ദേഹത്തിന് അന്ത്യാഞ്ജലി അർപ്പിക്കാൻ, അദ്ദേഹത്തിന് വിട നൽകുകയാണ് നാട് എന്ന് നമുക്ക് പറയാം. ഇടപ്പള്ളി, കൊച്ചി, പൗരാവലി അദ്ദേഹത്തിന് വിട നൽകുകയാണ്. ആ ദൃശ്യങ്ങളാണ്, അദ്ദേഹത്തിൻ്റെ വസതിയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. അവിടെ ഇപ്പോഴും ആളുകൾ ഇങ്ങനെ കാത്തു നിൽക്കുകയാണ്. ജനസാഗരം എന്ന് നമുക്ക് പറയാം. അക്ഷരാർത്ഥത്തിൽ ആ പരിസരമാകെ അവിടേക്ക് എത്താൻ കഴിയാത്ത തരത്തിൽ ഇട റോഡുകളൊക്കെ നിറഞ്ഞ് വാഹനങ്ങളൊക്കെ ഇങ്ങനെ പാർക്ക് ചെയ്തിരിക്കുകയായിരുന്നു. ദൃശ്യങ്ങളിൽ കാണാം അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളെ. ഇനിയിപ്പോഴും അദ്ദേഹത്തിൻ്റെ മകനും അതുപോലെ ഭാര്യയും ഒക്കെ ഉണ്ട് അവിടെ. അവരൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അവരൊക്കെ അദ്ദേഹത്തിന് അന്തിമോപചാരം അർപ്പിക്കുകയാണ്. വളരെ സന്തോഷത്തോടെ കശ്മീരിലേക്ക് ഒരു യാത്ര, കശ്മീർ തിരഞ്ഞെടുത്ത് അദ്ദേഹത്തിൻ്റെ ഒരു ചോയ്സ് ആയിരുന്നു കശ്മീരിലേക്ക് പോകാനുള്ള തീരുമാനം. ആ യാത്രയാണ് ഇങ്ങനെ കണ്ണീരിൽ മടങ്ങിയ അത്തരമൊരു യാത്ര. നമുക്ക് ആ ദൃശ്യങ്ങളിലേക്ക് പോകാം. നമ്മുടെ സംസ്ഥാന സർക്കാരിന്റെ ആചാരത്തിന്റെ ഒരു ഭാഗം ബാക്കിലേക്ക് ഇറങ്ങിക്കണം. എല്ലാവരും ബാക്കിലേക്ക് ഇറങ്ങിക്കണം. ബാക്കിലേക്ക് അതുകൊണ്ടാണ്